ഗംഗയിലാണുള്ളത്. നമ്മൾ രാവിലെ സൺറൈസ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വിഷ്വൽസ് കാണാം. നല്ല വിഷ്വൽസാണ്, അടിപൊളി വിഷ്വൽസാണ്, നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തു. അസീഘാട്ടിലാണുള്ളത്. രാവിലെ ഒരു ചായയും കുടിച്ചിട്ട് നമുക്ക് ഗംഗയിൽ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ബോട്ടിങ് ഒരു 5-5:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് സൺറൈസ് കാണാം, ഒരു സൈഡിൽ ബനാറസിൻ്റെ അതായത് വാരണാസിയുടെ ബ്യൂട്ടിഫുൾ ഒരു പനോരമിക് വ്യൂ കാണാൻ പറ്റും. സൺറൈസിൻ്റെ റേസും പക്ഷികളും ഇതൊക്കെ കൊണ്ടൊരു കളർഫുൾ വ്യൂ ആയിരിക്കും. അപ്പം ആരും മിസ് ചെയ്യണ്ട. നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിതാ പോവാണ്. ഇവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ട്, അവരൊക്കെ വരും. ഇതാ സൺറൈസിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ബ്യൂട്ടിഫുൾ. നോക്കിയേ പക്ഷികളൊക്കെ വരാം. ഒരു പൊരി പോലത്തെ സാധനം ഉണ്ട്, അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷികൾ ഇങ്ങനെ വരും. നോക്കാൻ വരുമെന്ന് അടുത്ത് വരുന്നത്. നോക്കാം പറന്നു പിടിക്കുന്നു. ഓ കയ്യിലൊന്നും എടുക്കുന്നില്ല. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അസീഘട്ട് നിന്നാണ്. അസീഘട്ട് എന്നൊരു ബോട്ട് എടുത്തിട്ട് വാരണാസിയുടെ എല്ലാ ഘട്ടുകളും കണ്ട് ഇങ്ങനെ എന്താ പറയുക നമോ ഘട്ട് വരെ പോയി അവിടുന്ന് തിരിച്ച് അസീഘട്ടിലേക്ക് വരിക. ഇതാണൊരു യാത്രാ റൂട്ട്. കണ്ടോ അവിടെ നല്ല സൺറൈസ് നടക്കുന്നുണ്ട്. ഫുള്ള് പക്ഷികളും ബോട്ടും. ബോട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ നല്ല സൺറൈസ്. ഹലോ പക്ഷികൾ വന്ന് വീഴുക അതിൻ്റെ ആ സാധനം കഴിക്കാൻ. ഏത് സമയത്തും ബോട്ട് കിട്ടും. ഏർലി മോർണിംഗും ഈവനിങ്ങും ആയിരിക്കും കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കുറേ പക്ഷികൾ വരും മോർണിംഗ് വരികയാണെങ്കിൽ. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് സൺറൈസ് കാണാം, മറ്റേ സൈഡിൽ എല്ലാ ഘാട്ടുകളിലും ഇങ്ങനെ എന്താ പറയുക ആൾക്കാർ പോകുന്നതും സൂര്യോദയത്തിൻ്റെ ആ രശ്മികളൊക്കെ പതിക്കുന്നതും അങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ബോട്ട് റൈഡിന് വരുന്നത് ഒരു 2000 രൂപയൊക്കെയാണ് ഒരു പ്രൈവറ്റ് ബോട്ടിന് വരുന്നത് ഈ ടൈമിൽ. പിന്നെ ഓഫ് സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ പൈസക്ക് നമുക്ക് ബോട്ട് റൈഡ് കിട്ടും. കോമൺ ആയിട്ട് എല്ലാവരും ഷെയർ ചെയ്യുന്ന ബോട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 200 രൂപക്കൊക്കെ ബോട്ട് റൈഡ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ബോട്ട് റൈഡിൻ്റെ റേറ്റ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുക പ്രൈവറ്റ് ബോട്ട് എടുത്തിട്ട് ഏർലി മോർണിംഗ് സൺറൈസ് പോകുന്നതാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കിട്ടും. കളറൊക്കെ മാറി തുടങ്ങി, ഇപ്പം കൂടുതൽ വിസിബിൾ ആയി കാട്ടൊക്കെ കണ്ടോ. അങ്ങ് അവിടെ സൺറൈസ് നടക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഉള്ള വ്യൂ ആണ്. പക്ഷികളും എന്താ പറയാ സൈഡില് മൊത്തം ഘാട്ടുകളാണ്. അപ്പൊ അതിൻ്റെയൊക്കെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഈ ബോട്ടിങ്ങിൽ നമുക്ക് കിട്ടുക. അപ്പം വരുന്നവർ മസ്റ്റായിട്ട് ചെയ്യുക. നല്ല തണുത്ത വെതറാണ് ഇപ്പം, അത്യാവശ്യം തണുപ്പുണ്ട്. അതൊക്കെ ജാക്കറ്റും ഇതൊക്കെ എടുത്തിട്ട് വരിക രാവിലെ വരുന്നവർ. അത് എങ്ങനെയുണ്ട് സാധനം? പൊള്ളിയല്ലേ? അവര് ഡമരു ഒക്കെ കൊട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഫോട്ടോ എടുക്കാനാണ്. ബ്രിഡ്ജിന് മുകളിൽ ട്രെയിൻ പോകുന്നുണ്ട്.
കണ്ടോ, ബ്യൂട്ടിഫുൾ ഉള്ള ഒരു വ്യൂ ആണ്, നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ്. അങ്ങനെ ബോട്ടിങ്, അതിന്റെ മുന്നിലൂടെ ഇങ്ങനെ ട്രെയിൻ പാസ് ചെയ്യാം. അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. ഉദിച്ചു കഴിഞ്ഞു, ചെറിയ വെയിൽ വന്നു തുടങ്ങി. ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടോ, ലാസ്റ്റ് പോയി നോക്കി. അതിന്റെ തൊട്ട് മുകളില് വണ്ടി പോകുന്നതും കാണാം, ബസ്സും ഇതൊക്കെ. നമോ ഘാട്ടാണ് കാണുന്നത്. ആ കൈകോട്ട് വെക്കുന്ന ഇപ്പൊ ഉണ്ടാക്കിയ പുതിയ ഘാട്ടാണ് നമോ ഘാട്ട്. ഇതാണ് നമോ ഘാട്ട്, പുതിയ ഘാട്ട്. ഇവിടുന്ന് സൺറൈസ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടിട്ടുണ്ട്. വാരണാസിയിലെ ഗംഗയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറേ കടവുകളുണ്ട്. അതിനെ ഘട്ടുകൾ എന്നാണ് ഇവർ വിളിക്കുക. അങ്ങനെ ഒരു അറൗണ്ട് 85 ഘട്ടുകളൊക്കെ ഉണ്ട്. 85 മുകളിൽ ഘട്ടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്, ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ. അപ്പോൾ ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു 5 ഘട്ടുകളുണ്ട്. പഞ്ചഘട്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറയാം. അത് ആരും പോകുന്നവരും മിസ്സാക്കരുത്. കാരണം അതിലൊന്ന് അസിഘട്ടാണ്, രണ്ടാമത്തേത് മണികർണികയാണ്, മൂന്നാമത്തേത് ദശാശ്വമേധ ഘട്ടാണ്, നാലാമത്തേത് വരുണാഘട്ടാണ്, പിന്നെ 5-ാമത്തേത് പഞ്ചഗംഗാ ഘട്ട്. അപ്പോൾ അസിഘട്ടിനാണെങ്കിൽ അസി നദി ഗംഗയിൽ ചേരുന്ന സ്ഥലത്താണ് ഈ ഘട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് അസിഘട്ട് എന്ന് പറയുന്നത്. വേറെ ഒരു മിത്തുള്ളത്, ശുംഭനിശുംഭന്മാരെ വധിച്ച ദുർഗാദേവി അതിൻ്റെ കഴിഞ്ഞിട്ട് അതിൻ്റെ വാള് അവിടെ എറിഞ്ഞു എന്നാണ് പറയുക. ഈ അസി നദിയിലാണ് അത് വന്ന് പതിച്ചതെന്നാണ് പറയാം. അവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള പുണ്യസ്ഥലങ്ങളിലൊക്കെ, ഇന്ത്യയിൽ കുറേ പുണ്യസ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ സ്നാനം ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഈ അസിഘട്ടിൽ സ്നാനം ചെയ്താൽ കിട്ടുക എന്നാണ് പറയുന്നത്. പിന്നെ വേറെ രണ്ടാമത്തെ ഘട്ടാണ് മണികർണിക ഘട്ട്. മണികർണിക ഘട്ടിന് എന്താ പറയുക, മരണത്തിൻ്റെ ഒരു ഘട്ടമായിട്ട് പറയാം. ഭയങ്കര ഫീലിംഗ് ഉള്ള ഒരു ഘട്ടമാണ്. അവിടെയാണ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഹം ദഹിപ്പിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ കൊണ്ടുവരുന്നത്. അവിടെയും ഹരിശ്ചന്ദ്ര ഘട്ടിലും, ഈ 2 ഘട്ടിലാണ് അവിടെ ശവസംസ്കാരം ഉള്ളത് കാശിയിൽ. ഇന്ത്യയുടെ തിരങ്ക വരുന്നുണ്ട്. ഭയങ്കര രസമുണ്ട്, തിരങ്ക ഇങ്ങനെ പറന്ന് കളിക്കുന്നതാണ്. ഗംഗയുടെ നടുവിലൂടെ ഓടിച്ചു പോവാ, കണ്ടോ? അത് നോക്കി, നല്ല ഭംഗിയുണ്ട്. ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടാണ് അറിയോ. കാണാൻ ഭയങ്കര രസമുണ്ട് ബോട്ടിന്ന്. അതുകൊണ്ടോ പല ടൈപ്പിലുള്ള ചിത്രങ്ങളാണ് ചുമരിൽ വരച്ചിട്ട്. അപ്പോൾ ഈ ബോട്ടിൽ പോകുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ വേറൊരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാദേവൻ, അതായത് ശിവൻ സ്വയം വന്നിട്ട് മരിച്ചാളുടെ ചെവിയിൽ മഹത്തായ താരക മന്ത്രം ചെവിയിൽ ജപിച്ചു കൊടുക്കുന്നതാണ് വിശ്വാസം. അതിന് പേര് വരാൻ വേറൊരു കാരണമുണ്ട്. അവിടെയാണ് ശിവന്റെയും സതീദേവിയുടെയും കർണാഭരണം, അവിടെ ഒരു കിണറുണ്ട്, അതിൽ വീണു എന്നാണ് പറയുക. അത് മണികർണിക, അതായത് ഈ കർണാഭരണം വീണ സ്ഥലമാണ് മണികർണിക എന്നാണ് പറയുന്നത്. പിന്നെയുള്ളതാണ് ദശാശ്വമേധ ഘട്ട്. ഇവിടെ ബ്രഹ്മാവ് പാപമോചനത്തിനായി 10 അശ്വമേധയാഗം നടത്തി എന്ന് പറയുന്ന ഒരു ഘട്ടാണിത്. ഇവിടെയാണ് പ്രസിദ്ധമായ ഗംഗാരതി നടക്കുന്നത്, ദശാശ്വമേധ ഘട്ടിലാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഘട്ടുകൾ ഒക്കെ ഇവിടെ ധാരാളം കാണാം. എല്ലാ ഘട്ടുകളും ഈവനിങ്ങും മോർണിംഗൊക്കെ ഉള്ള വാക്കൊക്കെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. വാരണാസിയുടെ ഒരു റിയൽ കൾച്ചർ കിട്ടണമെങ്കിൽ ഈ ഘട്ടും ഇതിന് ഇടയിലുള്ള റോഡുകളൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വാരണാസിയുടെ ഒരു ഒറിജിനൽ വൈബ് നമുക്ക് കിട്ടും. അങ്ങനെ വിശ്വനാഥ് ടെമ്പിൾ നമുക്ക് അവിടെ കാണാം. കാശി വിശ്വനാഥ് ടെമ്പിളാണത്. അപ്പം അതിന് തൊട്ടിപ്പുറമാണ് മണികർണിക ഘാട്ട്. നമ്മളെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്ന സ്ഥലമാണ്. ഹിന്ദു ആചാരപ്രകാരം റിച്വലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ് നമ്മളെ മരണശേഷം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ
നമുക്ക് ബലിയിടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാശി വിശ്വനാഥ ടെമ്പിളിന്റെ മണിയച്ചകളൊക്കെ കേൾക്കാം. ഇവിടെ ഉണ്ടോ, ഇത് മണികർണിക കാട്ടാണ്. മണികർണിക കാട്ടിലേക്കുള്ള ദഹിപ്പിക്കാനുള്ള, ശരീരം ദഹിപ്പിക്കാനുള്ള വിറകുകളാണ് ആ കൂട്ടി വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ശരീരം ദഹിപ്പിക്കണ പരിപാടിയൊക്കെ ഉള്ളത്. ആ മോളിൽ കാണാം ചെതി ഇങ്ങനെ കത്തുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ പുക വരുന്ന കാണാം. മണികർണിക കാട്ട് എല്ലാവരും പോകാനുള്ള ആരും സജസ്റ്റ് ചെയ്യില്ല, ഇവിടെ ലോക്കൽ ആൾക്കാരും. അപ്പോൾ ആൾക്കാർ മെൻ്റലി ഓക്കെ ആണെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാണ് പറയുക ആ കാട്ടിലോട്ട്. കാരണം അവിടെ മരണശേഷം ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. കാരണം അമ്പലത്തിലേക്കുള്ള ക്യൂ എന്നാണ് പറഞ്ഞത്. നോക്കി, അതാണ് അമ്പലത്തിലേക്കുള്ള ക്യൂ ആണ് അവിടെ പോകുന്നത്. പക്ഷേ മൂവ് ആവുന്നുണ്ട് കൊണ്ട് 4 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കണം എന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. ക്യൂ എവിടെ വരെ ഉണ്ട് ക്യൂ നോക്കി, അങ്ങ് വരെയൊക്കെ ഉണ്ട് ക്യൂ അമ്പലത്തിലേക്കുള്ള. ഇതാണ് വേറൊരു ഫേമസ് ഘാട്ട്, ഹരിശ്ചന്ദ്ര ഘാട്ട്. ഇവിടെയാണ് നാഗസന്യാസിമാരൊക്കെ കാണുന്നത്. അങ്ങ് കാണാം, അവിടെ ഒരു ശവം ദഹിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഘാട്ടാണ്. നമ്മുടെ നാഗസന്യാസിമാരൊക്കെ കാണണമെങ്കിൽ ഇവിടത്തേക്ക് വന്നാൽ മതി. ഏത് കാട്ടിൽ നിന്ന് നമുക്ക് ഇവിടത്തേക്ക് വരാൻ പറ്റും. നൈറ്റൊക്കെ എന്താ പറയുക, വാക്കൊക്കെ ഈ കാട്ടിലൂടെ നടക്കുന്ന ഭയങ്കര വേറൊരു ഫീലാണ്. ഫുള്ള് സന്യാസിമാരും അവരെ പൂജയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരെ കാണണമെങ്കിൽ വരേണ്ട ഘാട്ടാണ് ഹരിശ്ചന്ദ്ര ഘാട്ട്. ഈ കാണുന്ന ആ മഞ്ഞ ടാർപോളിൻ വെച്ചിട്ട് ടെന്റ് ആക്കിയിട്ടില്ലേ, അതൊക്കെ ഇവരെ നാഗസന്യാസിമാരെ എന്താ പറയാ, ഇവിടുത്തെ സാധുസിന്റെ ഒക്കെ ആശ്രമം പോലെ കെട്ടിയതാണ്. അതിനകത്താണ് അവർ ഇരിക്കുക. അപ്പൊ ആ ടെന്റിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കാണാം, അവരോട് സംസാരിക്കാം. അവരെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് ചെയ്യാം. അവരെ അതിലൊന്നും വലിയ താല്പര്യമില്ല എന്നാണ് നമ്മളും അവിടെ പോയപ്പോൾ മനസ്സിലായത്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിടും. സന്യാസിമാരൊക്കെ വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർ ഫോട്ടോ ഒക്കെ എടുക്കാം. അവർക്ക് എന്തെങ്കിലും ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. നോക്കി, പക്ഷികൾ ഇങ്ങനെ പറക്കാണ് ബോട്ടിന്റെ സൈഡിലൂടെ. നമ്മൾ നേരത്തെ കണ്ട പക്ഷികളാണ്. അവിടെ കുറെ വലിയ കൂട്ടുണ്ട് അതിൻ്റെ. ഈ ബോട്ടിൽ നിന്ന് ചെറിയ ഇതാ, ഈ എന്താ പറയാ, ഈ കയ്യിൽ കാണുന്നില്ല, ഇങ്ങനെ മിക്സ്ചർ പോലെയുള്ള ഒരു സാധനമാണ്. അപ്പം അത് ഇട്ട് കൊടുക്കുമ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് വരും. അപ്പം നല്ല വ്യൂ കിട്ടും ആൾക്കാർക്ക്. അപ്പം ആൾക്കാർ അതുകൊണ്ട് ഇത് ബോട്ടിന് വരുമ്പം ഇത് വാങ്ങിയിട്ട് പോകും, എന്നിട്ട് ഇട്ട് കൊടുക്കും. ആ ബോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതാണ് അതിന് ചുറ്റും പറക്കുന്നത്. ഓ നോക്കിയ എത്രയാണ് ഇത് പറക്കണേ. പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ബോട്ട് യാത്ര പോലെ മടുക്കുന്നില്ല. അപ്പോൾ എല്ലാം നമ്മൾ ഓരോരോ പുതിയ ഘാട്ടും പുതിയ കൺസ്ട്രക്ഷനും പുതിയ കളേഴ്സൊക്കെ നമ്മളെ കണ്ണിന് മുന്നിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം എത്ര മണിക്കൂർ ചെലവിട്ടാലും നമുക്കൊരു മടുപ്പ് തോന്നില്ല. അതാണ് ഇതിൻ്റെ ഈ ഒരു ബോട്ട് റൈഡിൻ്റെ പ്രത്യേകത ഈ വാരണാസിയിലുള്ളത്. അതുകൊണ്ട് വരുന്നവരെന്തായാലും ചെയ്തോളും, മസ്റ്റ് ട്രൈ ആണ്, മിസ്സാക്കണ്ട. ഏർലി മോർണിംഗ് വന്നാൽ മതി. അതുകൊണ്ടോ അതൊക്കെ പക്ഷികളാണ്. നോക്കിയേ എത്ര എണ്ണം ഉണ്ടാവുന്നു, ഒരു 1000കണക്കിന് പക്ഷികളുണ്ട് ഇവിടെ. ദാൽ ലേക്ക്, നമ്മുടെ കാശ്മീരിലുള്ള ദാൽ ലേക്ക് പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൈഡാണ് ഈ ഗാഞ്ചസിലുള്ള ബോട്ട് റൈഡ്. ഇതൊക്കെ നമ്മുടെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ പോവുകയാണ് ഈ പക്ഷികളൊക്കെ. നോക്കി, അതൊരു കൂട്ടാണ്, അത് മൊത്തം പോയി ഇവിടുന്ന്. നമ്മളെ സ്ഥലത്തറയി ഇവിടെ ഇറങ്ങണം.
നമ്മളെ ഏകദേശം എൻഡായി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത് അസീഘാട്ടാണ്. അസീഘാട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് ഘാട്ടിൽ ഇറങ്ങിയിട്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ബോട്ട്, പ്രൈവറ്റ് ബോട്ട് കിട്ടുന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മളെ ബോട്ട് റൈഡ് കഴിഞ്ഞു. ഇനിയിപ്പം ബോട്ടിൽ നിന്ന് ഇറങ്ങണം. ബോട്ട് അടുപ്പിക്കുന്നുണ്ട് അയാളെ. അപ്പോൾ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ട് റൈഡ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നോടാ നബി? സൂപ്പർ, അടിപൊളി അടിപൊളി, മസ്റ്റ് ട്രൈ ആണ്. ഇത് നോക്കിയേ, പുറകിൽ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ഇത് കാണാം. ബ്യൂട്ടിഫുൾ വ്യൂ. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഏർലി മോർണിംഗ് വന്നാലേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.